ഓക്കെ, അപ്പോൾ നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇസ്വിസ് ക്യാമറ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഇസ്വിസ് ക്യാമറയെ പറ്റിയും അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ലൈവായിട്ടുള്ളൊരു വൈഫൈ നെറ്റ്വർക്കാണ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എയർടെൽ അല്ലെങ്കിൽ ജിയോ അല്ലെങ്കിൽ ഏഷ്യനെറ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അതുണ്ടെങ്കിൽ നല്ല വേഗത്തിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ലോകത്തിൻ്റെ എവിടെ പോയാലും ഈ ക്യാമറ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഫൂട്ടേജ് നമുക്ക് കാണാൻ പറ്റും, അത് ലൈവായിട്ടും കാണാൻ പറ്റും. അതുപോലെ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പ്ലേ ബാക്ക് എന്നുള്ള രീതിയിലും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരു 4G സിം റൗട്ടർ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നമുക്ക് ക്വാസോ അല്ലെങ്കിൽ കഫേ എന്ന് പറഞ്ഞ 2 4G സിം റൗട്ടറുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ 4G സിം റൗട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ വീട്ടിലിപ്പോൾ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ക്യാമറ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് കോൺഫിഗർ ചെയ്യണ സമയത്ത് നമ്മുടെ ഫോണ് ആ നെറ്റ്വർക്കിലായിരിക്കണം, അതേപോലെ ഈ ക്യാമറയും ആ നെറ്റ്വർക്കിലായിരിക്കണം. അതായത് ആ വൈഫൈ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഫോണും നമ്മുടെ ഈ ക്യാമറയും നമ്മൾ കണക്ട് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സുകൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഈ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ഈ ക്യാമറ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമറയോടൊപ്പം വന്നിട്ടുള്ള ഈ ഒരു USB കേബിൾ ഉണ്ടായിരുന്നു. അത് ഞാനൊരു പവർ സോഴ്സിൽ ഞാനിപ്പോൾ പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്ലഗ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഈ ക്യാമറ ഒരു ബ്ലൂ ലൈറ്റിലൂടെ ബ്ലിങ്ക് ചെയ്തുണ്ടാകും. ചിലപ്പോൾ അത് റെഡ് ലൈറ്റിലായിരിക്കും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്യാമറ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത ശേഷം പല സമയങ്ങളിലും നമുക്ക് ഈ ക്യാമറ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ നെറ്റ്വർക്ക് മാറുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ ക്യാമറ നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് പോകും, നമ്മുടെ ഫോണിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ക്യാമറ റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഈ ക്യാമറ എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് മുതലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്യാമറ അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രോസസ്സല്ല. ഞാനിപ്പോൾ ഈ ക്യാമറ ഒരു പ്രാവശ്യം ഓൾറെഡി എൻ്റെ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ക്യാമറ റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഈ ക്യാമറ വെച്ചു, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഈ ക്യാമറ പോയിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിലായിരുന്നല്ലോ ആദ്യം ഈ ക്യാമറ. അപ്പോൾ നമ്മൾ അത് രണ്ടാമത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ക്യാമറ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഈ കണ്ടോ ഈ ഒരു ബ്ലാക്ക് ഓപ്ഷൻ നമ്മൾ മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പവർ സോഴ്സിൽ കണക്റ്റഡ് ആണ്. പവർ സോഴ്സിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ LED പതിയെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണ കാണാൻ പറ്റും. അപ്പം ഇവിടെ ഒരു റീസെറ്റ് എന്നൊരു സ്വിച്ച് ഉണ്ട്. ഈ റീസെറ്റ് സ്വിച്ചിൽ നമ്മൾ കുറച്ച് നേരം ഞെക്കി പിടിക്കുക, ഒരു 10 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യുകയാണ്. ഇനി ഈ ക്യാമറയുടെ ലൈറ്റ് ഇപ്പോൾ ബ്ലൂ എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ റെഡ് ലൈറ്റിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ക്യാമറ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇനി ആ ക്യാമറയുടെ ആ ഒരു സെറ്റപ്പ് ഒന്ന് ഓട്ടോമാറ്റിക് റീസെറ്റ് ആകട്ടെ. റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റീസെറ്റ് ഇപ്പോൾ ആയിട്ടില്ല, കംപ്ലീറ്റ്ലി റീസെറ്റ് ആയിട്ടില്ല. റീസെറ്റ് ആയ ശേഷം ഇതൊന്ന് ബൂട്ട് ചെയ്ത് വരട്ടെ. ബൂട്ട് ചെയ്ത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ഒന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അത് ആ സെറ്റപ്പ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാമറ നമ്മളോട് പറഞ്ഞു EZVIZ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വൈഫൈ കോൺഫിഗറേഷന് ക്യാമറ ഇപ്പോൾ റെഡി ആയി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 നമ്മുടെ ക്യാമറ നമ്മൾ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 2 നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഫോണിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു വൈഫൈ നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന്. അപ്പോൾ ഞാനിവിടെ നെക്സയുടെ നെറ്റ്വർക്കിലേക്ക്, നെക്സ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിലേക്ക് ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഈ ക്യാമറയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഫോൺ വഴിയാണ് നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഈ ക്യാമറയെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ക്യാമറയ്ക്ക് ഡിസ്പ്ലേ ഇല്ല.
അപ്പോൾ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ കോൺഫിഗറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഫോൺ വഴി നമ്മുടെ ക്യാമറേനെ നമ്മുടെ ആ നെക്സ ബ്രോഡ്ബാൻഡിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലൊരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇനിയൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ EZVIZ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോറിൽ നിന്ന് EZVIZ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. EZVIZ EZVIZ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ ആപ്പ് ഇത് ഒരു പൂക്കളൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഫ്റ്റ്വെയർ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് അടിച്ചു. അപ്പോൾ EZVIZ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസും മീഡിയ ഫയൽസൊക്കെ ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അലോ എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് രണ്ട് രീതി ക്രിയേറ്റ് ചെയ്യാം. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫോൺ നമ്പർ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോൺ എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതിൽ നമുക്ക് റീജിയൻ ഇത് കണ്ടോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുണ്ടോ, ഞാനിപ്പോൾ ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ +1 എന്നാണ് എഴുതിയേക്കണത്. പക്ഷേ ഞാൻ റീജിയൻ സെലക്ട് ചെയ്തില്ല. റീജിയൻ ഞാൻ സെലക്ട് ചെയ്യണത് നമ്മൾ ഇന്ത്യയാണ് ഇപ്പോൾ കിടക്കുന്നത്, നമ്മുടെ റീജിയൻ. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ സേവ് ചെയ്യാം. ഇന്ത്യ സേവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ നേരെ +91 ഓട്ടോമാറ്റിക് വരും. ഓക്കെ. ഇനി ഇമെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്യണവർ ഇവിടെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ആ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഇവിടെ ആ മൊബൈൽ നമ്പർ അപ്പോൾ അതേ ഇവിടെ ഉദാഹരണത്തിന് 889197 ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തു. നമ്പർ കണ്ടിന്യൂ കൊടുത്തു. ഉണ്ടോ, ഇത് മൊബൈൽ നമ്പർ ഹാസ് ബീൻ രജിസ്റ്റേർഡ്, ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് ഇത് നമ്പർ. അപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത നമ്പറുകളാണെന്നുണ്ടെങ്കിൽ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. അടുത്ത പേജിൽ ആ OTP അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അത്രയേ ഉള്ളൂ. ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ EZVIZ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ലോഗിനായി. ഇപ്പോൾ നോ ഡിവൈസസ് ആഡഡ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതിൽ ക്ലിക്ക് അടിച്ച് കഴിയുമ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ക്യാമറാസ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. അലോ EZVIZ ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ വൈൽ യൂസിങ് ദിസ് ആപ്പ് ഞാനത് കൊടുത്തു. ഇനി നമ്മുടെ ക്യാമറയുടെ പുറകിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ബാക്കിലുള്ള QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഡിവൈസ് ഇപ്പോൾ നമ്മുടെ ക്യാമറ പവർ ഓൺ ആണോ എന്നാണ്. അപ്പോൾ ഞാൻ ക്യാമറ പവർ ഓൺ ആണെന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് ഇത് ആ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഫ്ലാഷസ് ബ്ലൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. വീണ്ടും നെക്സ്റ്റ് അടിച്ചു. ഇനി ചോദിച്ചിരിക്കുന്ന ഓപ്പൺ ലൊക്കേഷൻ പെർമിഷനാണ്. അപ്പോൾ ഓപ്പൺ ലൊക്കേഷൻ പെർമിഷൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട് നൗ എന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ സെലക്ട് ചെയ്തിട്ട് വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ ഒരു കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. EZVIZ ക്യാമറയും ഫോണും കണക്റ്റ് ആവുന്നത് നമ്മുടെ ബ്രോഡ്ബാൻഡ് മോഡം അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് റൗട്ടർ വഴിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4G സിം റൗട്ടർ ആണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാനിതിൽ നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ പാസ്വേഡ് ഇപ്പോൾ അടിച്ചു കൊടുക്കുകയാണ്. ഈ പാസ്വേഡ് ഇപ്പോൾ എന്താണ് ശരിക്കും ഫോൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിൻ്റെ പാസ്വേഡ് നമ്മുടെ ക്യാമറയിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുത്തു. നെക്സ്റ്റ് അടിച്ചു. കണക്റ്റ് ടു ദി ഡിവൈസ് ഞാൻ കണക്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ കണക്ഷൻ ഇപ്പോൾ സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ ദി ഡിവൈസ് നെറ്റ്വർക്ക് ഈസ് ബീയിങ് കോൺഫിഗർഡ്, പ്ലീസ് വെയിറ്റ് പേഷ്യൻ്റ്ലി. ഒരു 100% എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.
അപ്പോൾ EZVIZ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയി. വെയിറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ കോൺഫിഗറേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിവൈസ് ഹാസ് ബീൻ ആവഡ്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവ്ഡ് ടു ആൽബം. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ ക്യാമറയിൽ ഓഡിയോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓഡിയോ ഞാൻ ഓപ്ഷൻ ഓക്കെ അടിച്ചിട്ടുണ്ട്. പോപ്പുലർ എന്നുള്ളൊരു ഓപ്ഷനിൽ കാണിച്ചേക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ ഈ ക്യാമറ ഏത് സ്ഥലത്താണ് വെക്കാൻ പോകുന്നത്, ലിവിങ് റൂമിലാണോ, ബെഡ്റൂമിലാണോ, കിച്ചണിലാണോ, വേറെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലിവിങ് റൂം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഡൺ അടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറ ഇപ്പോൾ കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ക്യാമറ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. വളരെ സിമ്പിളാണ്, ഒരു ഡിഫിക്കൽട്ടും ഇല്ല. അപ്പോൾ ഇനി